എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജാസ്മിൻ. അപ്പോൾ ഡിസംബർ ആയി, എല്ലാവരും വൈനൊക്കെ ഇട്ടിട്ടുണ്ടാവും അല്ലേ? ഞാൻ എന്തായാലും ഇപ്രാവശ്യം ലേറ്റ് ആയി. അല്ലെങ്കിൽ എല്ലാ തവണയും ഒക്ടോബർ നവംബറൊക്കെ ആകുമ്പോഴേക്കും വൈൻ റെഡി ആവുന്നതാണ്. ഇതിപ്പോൾ നവംബർ എൻഡിലാണ് ഞാനിപ്പോൾ മുന്തിരി വൈനാണ് ഇടാൻ പോണത് കേട്ടോ. നമ്മൾ കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ചാലാണ് ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ബോട്ടിലേക്ക് പകർന്ന് വെച്ചിട്ട് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ബോട്ടിൽ ഇരുന്നാലാണ് വൈൻ ഒന്ന് തെളിഞ്ഞു വരുള്ളൂ. അപ്പോൾ കുറച്ച് നേരത്തെ ഇടേണ്ടതാണ്. ആ വൈൻ്റെ റെസിപ്പി മേക്കിംഗ് ഭയങ്കര ഈസിയാണ്. ഡെയിലി നമ്മളൊന്ന് ഇളക്കി കൊടുക്കണമെന്നേ ഉള്ളൂ. ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് നമ്മൾ വൈൻ ഉണ്ടാക്കുമ്പോൾ ഡെയിലി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള വൈനൊക്കെ ആണെങ്കിൽ 4-5 ദിവസമൊക്കെ ഒന്ന് അടുപ്പിച്ച് ഇളക്കിയിട്ട് പിന്നെ 1-2 ദിവസം കൂടുമ്പോൾ ഇളക്കിയാലും കുഴപ്പമില്ല. പക്ഷെ മുന്തിരി അങ്ങനത്തെയൊക്കെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഡെയിലി വൈൻ ഇളക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ മുകളിൽ ഇങ്ങനെ പതപതയായിട്ട് അങ്ങനെ നിൽക്കും, അതിങ്ങനെ ഇളകി വരില്ല. അപ്പോൾ ഫ്രഷ് ഏത് ഫ്രൂട്ട് നിങ്ങൾ ചെയ്യുമ്പോഴും ഡെയിലി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ മുന്തിരിയുടെ സിമ്പിൾ ആയിട്ടുള്ള വൈൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. ഇതാണ് നമ്മൾ വൈൻ ഇടാൻ പോണ മുന്തിരി. ഇത് 1.5 കിലോ ഉണ്ട് കേട്ടോ. 1.5 കിലോ നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന 1.5 കിലോ അല്ല, 2 കിലോ മേടിച്ചിട്ട് അതിൽ ചീഞ്ഞതും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പീസൊക്കെ കളഞ്ഞിട്ട് കഴുകി കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് കഴുകി ഒരു 3-4 വട്ടം പൈപ്പിൻ്റെ ചോട്ടിൽ തന്നെ വെച്ച് കഴുകി എടുത്തിട്ടുള്ളതാണ്. കാരണം മുന്തിരിയിൽ നല്ലപോലെ പ്രിസർവേറ്റീവ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ അടിക്കുന്നതാണ് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ ചെയ്തിട്ട് വേണം മുന്തിരി എടുക്കാൻ കേട്ടോ. ചെറിയ ചീഞ്ഞത് പോലും ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ വൈനിട്ടത് മൊത്തം വേസ്റ്റ് ആയപ്പോൾ അവസ്ഥയാണ്. പുഴു അല്ലെങ്കിൽ പൂപ്പലൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് നല്ലപോലെ ക്ലീൻ ചെയ്യണമെന്ന് പറയണത്. അപ്പം അങ്ങനെ കഴുകി ഏകദേശം 1.5 കിലോയോളം മുന്തിരി ഉണ്ട്. ഇനി അത് നമുക്ക് വലിയ ഭരണിയിലോട്ട് ഇടാം. ഇതാണ് ഭരണി. ഇത് ഇച്ചിരി ഹൈറ്റ് കൂടുതലുള്ള ഭരണിയാണ് കേട്ടോ. അത് 10 കിലോയുടെയും തോന്നും, അത്രയും വലുപ്പമുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഇനി മുന്തിരി ഇട്ട് നിറയ്ക്കാൻ പോകുന്നത്. ഇപ്പം ഇതിൽ നമ്മൾ ആ മുന്തിരി മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിന് ചെറിയ വായ ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ കാണുന്നില്ല. ഇത് നമ്മൾ ബൗളിൽ വെച്ച് ഉടച്ചിട്ട് ഇതിലേക്ക് ഇട്ടാലും മതി കേട്ടോ. പിന്നെ വേറെ ബൗളൊക്കെ ആകുമ്പോൾ പിന്നെയും എന്തെങ്കിലും വെള്ളമയൊക്കെ ഉണ്ടായാലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് കുത്തി ഉടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭരണിക്കുള്ളിൽ ഇട്ട കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഇതുപോലെ ഒരു തവി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ മുന്തിരി മുഴുവൻ ഉടയ്ക്കുകയാണ്. ഇതിപ്പോൾ ഈ തവി വേണമെന്നൊന്നുമില്ല, നമ്മുടെ ഈ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ ഞരടി ഇട്ടാലും മതി. ഇതിപ്പോൾ ഞാൻ തവി ഉള്ളതുകൊണ്ട് ഇങ്ങനെ കുത്തി ഉടച്ചെടുക്കുകയാണേ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇതേ നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. തവി മാറ്റിയിട്ട് ഞാൻ പിന്നെ കൈ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഉടച്ചെടുത്തത് കേട്ടോ. ഇനി നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. അപ്പോൾ 1.5 കിലോ മുന്തിരിക്ക് ഞാൻ എടുത്തേക്കുന്നത് 1 കിലോ ഷുഗറാണ്. 1.5 തന്നെ എടുക്കുന്നവരുണ്ട്. അത് ഒത്തിരി മധുരമായി പോകും. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന വൈൻ അധികം മധുരം ഇല്ലാത്തല്ലേ നമുക്ക് കിട്ടുക. അപ്പം അങ്ങനെ നമുക്ക് വൈൻ കിട്ടണമെന്നുണ്ടെങ്കിൽ മധുരം ഇത്തിരി താന്നിരിക്കണം. എന്നാലാണ് വൈൻ ആയി വരുമ്പോൾ നമുക്ക് കറക്റ്റ് പാകം മധുരം ഉണ്ടാവുള്ളൂ. ഒത്തിരി മധുരമൊന്നും വൈനിന് ആവശ്യമേ ഇല്ല. അപ്പോൾ 1.5 കിലോ മുന്തിരിക്ക് 1 കിലോ ഷുഗറാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. അതിലും കുറച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല, അതിൽ 3/4 കിലോ ഒക്കെ ഇട്ടാലും കുഴപ്പമില്ല. ഇനി നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. അപ്പോൾ സ്പൈസസ് ഇങ്ങനെ മുഴുവനോടെയാണ് ഞാൻ ഇടുന്നത്. ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇങ്ങനെ ഒന്നുകിൽ ക്രഷ് ചെയ്തിട്ടിടാം, പൊടിച്ചിടുക, അതായത് പൗഡർ ആക്കിയിട്ടിടരുത്. അതാവുമ്പോൾ കലങ്ങി കിടക്കും വൈനിൽ. അപ്പം ഞാൻ ഇതിൽ ചേർത്തേക്കുന്ന 3 ഏലക്ക, 4 ഗ്രാമ്പൂ, 1 ഇഞ്ച് പട്ടയുടെ കഷ്ണം മുറിച്ചിട്ടിട്ടുള്ളതാണ്. പിന്നെ ഒരു സ്റ്റാർ അനീസിൻ്റെ ഒരു പെറ്റൽ, അത്രേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പാണ്. ഗോതമ്പ് മുഴുവനായിട്ടുള്ള ഗോതമ്പില്ലേ, അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പായാലും മതി. അത് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടാവണം. അത് ഒരു ഹാൻഡ്ഫുൾ. ഒത്തിരി ഒന്നും ഗോതമ്പിൻ്റെ ആവശ്യമില്ല. മുന്നത്തെ ബീറ്റ്റൂട്ട് വൈനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഗോതമ്പ് ഇടണമെന്നൊക്കെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു ഹാൻഡ്ഫുൾ ഗോതമ്പ് മതി. ഇനി ഈസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. ഇപ്പോൾ 1.5 കിലോ മുന്തിരിക്ക് ഞാൻ 2 ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ ഇട്ട് കൊടുത്ത ആ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. എല്ലാ ഷുഗറും നല്ലപോലെ അലിഞ്ഞിട്ടുണ്ടാവണം. ഒന്നും ഗ്രാനുവൽസ് ആയിട്ട് കിടക്കാൻ പാടില്ല. നല്ലപോലെ അലിഞ്ഞ് വരണം. എന്നിട്ടേ നമുക്കത് മൂടി വയ്ക്കാവുള്ളൂ. അപ്പോൾ കുറേ സമയമെടുത്ത് തന്നെ ഇളക്കുക കേട്ടോ. നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചിരിക്കാം.
ഇപ്പം എല്ലാം നമ്മൾ ഇളക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഭരണിയുടെ മുക്കാൽ ഭാഗേ വൈന് വരാൻ പാടുള്ളൂ. ഇത് ഫെർമെന്റ് ചെയ്ത് കുറച്ച് പൊങ്ങി വരും. അപ്പം അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഇടണം ഭരണിക്കകത്ത്. അപ്പം ഇതുപോലെ ഇനി നമുക്ക് അടച്ചു വെക്കാം. ഭരണി ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ എയർ ടൈറ്റ് ആയിട്ടൊന്നുമല്ല പൊതുവെ ഭരണി ഉണ്ടാവുക, ചെറിയൊരു ഗ്യാപ്പൊക്കെ ഉണ്ടാവും. എല്ലാം മൂടി അങ്ങനെയൊക്കെ തന്നെയാണ്. എയർ ടൈറ്റ് ആയിട്ട് ഭരണി ഉണ്ടാവില്ലല്ലോ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പ്രാണികളും ഒക്കെ കയറാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അത് കാരണം നമ്മൾ ഇത് മൂടി വെച്ചതിന് ശേഷം ഒരു നല്ല വൃത്തിയുള്ള തുണി വെച്ചിട്ട് കെട്ടിവെക്കുക. അതിനാണ് തുണി കെട്ടിവെക്കുന്നത് കേട്ടോ. ഭരണിയുടെ ഇടയിൽ കൂടിയൊക്കെ ഇങ്ങനെ പ്രാണികളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും നല്ല വൃത്തിയുള്ള തുണി എടുത്ത് കെട്ടിവെക്കാം. ഇനി നമുക്കിത് എല്ലാ ദിവസവും ഇളക്കി കൊടുക്കണം. ഇതേ തവി കഴുകി ഉണക്കി എടുത്ത് വെക്കുക. രാവിലെയോ വൈകിട്ടോ പ്രാണിശല്യം കുറവുള്ളത് എപ്പോഴാണോ ആ സമയത്ത് ഡെയിലി ഇളക്കുക. ഫോണിൽ അലാം വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഇളക്കുക. ഒരു 10-12 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേനും ആ മുകളിലത്തെ പതയൊക്കെ ഒന്ന് അടങ്ങും. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 1-2 ദിവസമൊക്കെ വിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പറ്റുമെങ്കിൽ ഡെയിലി ഇളക്കുക. അത് കഴിഞ്ഞ് നമുക്കൊരു 20 ദിവസം കഴിഞ്ഞിട്ട് ഇത് തുറന്നു നോക്കാം. 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 40 ദിവസം വരെയൊക്കെ നമ്മൾ വെക്കുന്നതാണ് വൈന്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 ദിവസം മാറിയോണ്ടൊന്നും ഒന്നും ഉണ്ടാവാൻ പോകില്ല. അപ്പോൾ ഇത് നമുക്ക് 21 ദിവസം കഴിഞ്ഞിട്ട് ഇതെന്തായി എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനിത് അൺപാക്കിങ് കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.